സർവ്വഭൂമിയും യഹോവയാം ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയുമാറാകട്ടെ. പ്രിയ വായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് സെപ്റ്റംബർ 22, ഒന്നാമത്തെ വായനാഭാഗം 1 ദിനവൃത്താന്തം 5-ാമത്തെ അധ്യായം. ഇവിടെ രൂബേൻ്റെ, അതായത് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ യാക്കോബിൻ്റെ ആദ്യത്തെ പുത്രനായ 13 മക്കളിൽ ആദ്യ പുത്രനായ രൂബേനെ കുറിച്ചാണ് അവരെ പറയുന്നത്. രൂബേൻ്റെ മക്കളെക്കുറിച്ച് ആദ്യജാതന രൂബേൻ്റെ പുത്രന്മാർ ഹാനോക്ക്, പല്ലു, ഹെസ്രോൻ, കർമ്മി എന്ന് നമ്മൾ വായിക്കാം. അങ്ങനെ ആ ഒരു വംശാവലിയെക്കുറിച്ച് ആണ് ഇതിൽ താഴേക്ക് പറയുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ശൗലിൻ്റെ കാലത്ത് അവർ ഹഗ്രീയരോട് യുദ്ധം ചെയ്തു. അവർ അവരുടെ കയ്യാൽ പട്ടുപോയ ശേഷം അവർ ഈ ഗിലിയാദിന് കിഴക്ക് എല്ലായിടവും കൂടാരമടിച്ച് പാർത്തു. ആരാണ്? ഈ രൂബേൻ ഗോത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. പിന്നീട് നമ്മൾ താഴോട്ട് കാണുമ്പോൾ ഇവിടെ രൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതി ഗോത്രവും എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. ഇവരുടെ ആവശ്യപ്രകാരം, അതായത് യോർദാന് കിഴക്കുള്ള പ്രദേശങ്ങളൊക്കെ ജയിച്ചു വരുന്ന സമയത്ത് മോശയോട് തന്നെ ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, യോർദാന് കിഴക്കുള്ള സ്ഥലം ഞങ്ങൾക്ക് മതി, ഞങ്ങൾ ഇവിടെ പാർത്തുകൊള്ളാം എന്ന് പറയുന്നുണ്ട്. അത് ദേശം വിഭജിക്കുന്ന സമയത്ത് യോശുവ ഈ 3 പേർക്ക്, രൂബേന്യർക്ക്, ഗാദ്യർക്ക്, മനശ്ശയുടെ പുതിയ മുഴുവൻ ആൾക്കാർ അവിടെ ഉണ്ടായില്ല, മനശ്ശയുടെ പകുതി ഗോത്രം മാത്രമേ അവിടെ പാർത്തുള്ളൂ, യോർദാന് കിഴക്ക് വശത്ത്. യോർദാന് പടിഞ്ഞാറ് വശത്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ രാജ്യം. പക്ഷേ ഈ രൂബേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതി ഗോത്രവും അവർ ആവശ്യപ്പെട്ട പ്രകാരം യോർദാൻ നദിയുടെ കിഴക്ക് വശത്ത്, അവർ യാത്ര പുറപ്പെട്ടു വന്ന യോർദാൻ നദിയുടെ കിഴക്ക് വശത്ത് അവിടെ വേണമെന്ന് പറഞ്ഞ് അവർക്കവിടെ കൊടുക്കുകയും ചെയ്തു. എന്നിട്ട് അതിൻ്റെ ഒരു അവസാനം ഈ ഗോത്രത്തെ സംബന്ധിച്ച് ഗോത്രത്തിൻ്റെ ആരംഭവും അവസാനവും ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അധ്യായത്തിൽ. അശൂർ രാജാവ് ആയ പൂല്, അശൂർ രാജാവായ തിഗ്ലത് പിൽനേസർ ഇവരൊക്കെ അവരെ വരുന്നുണ്ട്. എന്നിട്ട് അവർ ഈ രൂബേന്യരെയും ഗാദ്യരെയും മനശ്ശയുടെ പാതി ഗോത്രത്തെയും പിടിച്ച് അവരുടെ ദേശത്തേക്ക് ഹലഹിലേക്കും ഹാബോരിലേക്കും ഹാരയിലേക്കും ഗോസാൻ നദീരത്തെയും കൊണ്ടുപോയി അവിടെ അവരെ പാർപ്പിച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ രൂബേൻ ഗോത്രവും ഈ പറഞ്ഞ ഗാദ് ഗോത്രവും മനശ്ശയുടെ പാതി ഒന്നും പിന്നീട് അവിടെ കാണുന്നില്ല. അത് ഇല്ലാതായിത്തീരുന്നതാണ് കാണുന്നത്. ആ പ്രദേശം വേറെ ആൾക്കാർക്കായി. അത് ഇന്നത്തെ കാലത്ത് ആ പ്രദേശമൊക്കെ ജോർദാൻ എന്ന ഒരു വലിയ രാജ്യത്തിൻ്റെ കീഴിലാണ് ആ സ്ഥലമൊക്കെ. അവരില്ല. നമ്മൾ ഇസ്രായേലിനി പരിശോധിക്കുമ്പോഴും ഇങ്ങനത്തെ ഗോത്രങ്ങളൊന്നും കാണാനില്ല എന്നുള്ളതാണ്. അപ്പോൾ യഹൂദയെ മാത്രം നിർത്തുന്നതിനെ സംബന്ധിച്ചും ദൈവം പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ യഹൂദ എന്ന ഗോത്രമായിട്ട് തന്നെയാണ് പിന്നെ അത് മാറുന്നതായിട്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുമുണ്ട്. പിന്നീട് ഈ ഗോത്രങ്ങളെയൊന്നും കാണാതെ വണ്ണം അത് യഹൂദ എന്ന പേരിൽ, യഹൂദന്മാർ എന്ന പേരിൽ ഇസ്രായേൽ എന്നാണ് രാജ്യം. അത് അപ്പനായ യാക്കോബിൻ്റെ പേരിൽ തന്നെയാണ് രാജ്യം ഇരിക്കുന്നത്. പക്ഷേ അവിടെ കുലത്തെക്കുറിച്ച് പറയുമ്പം യഹൂദർ എന്ന് തന്നെയാണ് ഇന്നും പറയുന്നത്. ഇവിടെ ഇതിൻ്റെ ആദ്യത്തെ ഭാഗത്ത്, 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗത്ത് രൂബേന് തൻ്റെ അപ്പനുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിൽ, ഇസ്രായേലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, യാക്കോബുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ചെയ്തൊരു പാപം, ആ പാപത്തിൻ്റെ ഒരു ശാപം എന്ന നിലയ്ക്ക്, ശിക്ഷ എന്ന നിലയ്ക്ക് ആദ്യത്തെ മകനായ ജ്യേഷ്ഠൻ എന്ന നിലയിലുള്ള ജ്യേഷ്ഠൻ എന്ന സ്ഥാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു പോവുകയാണ്. എന്നിട്ട് ഇവിടെ നമ്മൾ വായിക്കുന്നത് ജ്യേഷ്ഠാവകാശമോ യോസഫിന് ലഭിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ജോസഫിനല്ല യഥാർത്ഥത്തിൽ അത് ലഭിച്ചത്. യോസഫിൻ്റെ 2-ാമത്തെ പുത്രനായ എഫ്രൈമാണ് പിന്നെ മൂത്തവൻ എന്ന പേരിൽ അല്ലെങ്കിൽ ആദ്യജാതൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത് പുസ്തകത്തിൽ പലയിടത്തും നമ്മൾ പറയാതെ പറഞ്ഞു പോകുന്നതാണ്. ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ പേര്, വടക്കേ രാജ്യമായ ഇസ്രായേലിൻ്റെ പേര് ചിലയിടത്തൊക്കെ അറിയപ്പെടുന്നത് എഫ്രൈം എന്നാണ്. അപ്പോൾ എഫ്രൈം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. തെക്കേ രാജ്യത്തിൽ യഹൂദായും ബെന്യാമീനും പിന്നെ വേറെ കുറച്ച് പേരും ഉണ്ട്. അപ്പോൾ അവരോട്
അവരെക്കുറിച്ച് പറയുന്ന അവരെ യഹൂദ എന്നാണ്. എന്നാൽ വടക്കേ രാജ്യത്ത് ഇസ്രായേൽ എന്ന് പറയുമെങ്കിലും അതിൽ ചിലയിടത്തൊക്കെ ദൈവം പ്രതിപാദിക്കുന്നത് എഫ്രൈം എഫ്രൈം എന്നാണ്. അപ്പം അങ്ങനെ എഫ്രൈമിലേക്ക് ആ ജ്യേഷ്ഠാവകാശം ചെന്നു എന്നാണ്. അത് നമ്മൾ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായത്തിൽ അതിൻ്റെ ഇംഗ്ലീഷിൽ അതിൽ 8 വാക്യത്തിലും എന്നാൽ മലയാള ബൈബിളിൽ 9 വാക്യത്തിലും വായിക്കുന്നുണ്ട്, ഞാൻ ഇസ്രായേലിന് പിതാവും എഫ്രൈം എൻ്റെ ആദ്യജാതനുമല്ലോ എന്ന്. എഫ്രൈം ആദ്യജാതനാണെന്ന് തന്നെ എടുത്തു പറയുന്നുണ്ട് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 31 അധ്യായത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ന് വായിക്കുന്ന വായനാഭാഗത്തിൽ രൂബേന്റെ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ടു, ഇല്ലാതായിപ്പോയി, അതവിടെ ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ജ്യേഷ്ഠാവകാശം പിന്നെ ആർക്കാണ് വന്നു ചേർന്നുള്ളത് നമ്മൾ വായിക്കുന്നത് കൃത്യമായി തന്നെ എഴുതി വെക്കപ്പെട്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് 31 അധ്യായം യിരെമ്യാ പ്രവചനത്തിൽ. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ഈ ഭാഗത്തുനിന്ന് ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട്. രണ്ടാമത്തെ വായനാഭാഗം എസ്കേൽ പ്രവചനം 18 അധ്യായം. ഇവിടെ ദൈവത്തിൻ്റെ അരുളപ്പാട് എസ്കേൽ പ്രവാചകനുണ്ടാകുന്നത് ഈ ഇസ്രായേൽ ദേശത്ത് ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ലിതാണ്, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല് പുളിച്ചു എന്ന് ഒരു പഴഞ്ചൊല്ല് ഇസ്രായേൽ ദേശത്ത് പറയുന്നു. അതെന്താണ്? എന്നിട്ട് ദൈവം തന്നെ പറയാണ്, ഇനി ഇസ്രായേലിൽ ഈ പഴഞ്ചൊല്ല് പറവാൻ ഇടവരികയില്ല. അപ്പം ദൈവം തന്നെ മുമ്പ് പറഞ്ഞ ഒരു കൽപ്പനയെ, തൻ്റെ അരുളപ്പാടിനെ ഇവിടെ തിരുത്തുന്നതാണ്, അതിനെ പൊളിച്ചെഴുതുന്നതാണ് നമ്മൾ കാണുന്നത്. അതെന്തെന്നാൽ, ദൈവത്തെ അന്വേഷിച്ച് അവൻ്റെ വഴികളിൽ നടക്കുന്നവനെ അവൻ്റെ അനുഗ്രഹം 1000 തലമുറ വരെയും പിന്തുടരുമെന്നും, ദൈവത്തെ അന്വേഷിക്കാതെ തൻ്റെ കൽപ്പനകളെ പ്രമാണിക്കാതെ നടക്കുന്നവർക്ക് അവരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ സന്ദർശിക്കും എന്ന് ദൈവം തന്നെ അരുളി ചെയ്യുന്ന ദൈവത്തിൻ്റെ കൽപ്പനയുണ്ട്. അതാണ് ദൈവം തന്നെ പറയുന്നത്, എനിക്ക് അപ്പനും മകനും എല്ലാം ഒരുള്ളവർ, സകല ദേഹിയും എനിക്കുള്ളതാണ്. അതുകൊണ്ട് അപ്പൻ ചെയ്യുന്ന പാപം കൊണ്ട് മകന് ശിക്ഷ അനുഭവിക്കേണ്ട ഒരവസ്ഥ ഇനി ഉണ്ടാകുകയില്ല. അത് ഇസ്രായേലിൽ ഇനി അത് പറയുകയുമില്ല. അങ്ങനെ അപ്പൻ പച്ചമാങ്ങ തിന്നു, മകൻ്റെ പല്ല് പുളിക്കുമെന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കില്ലല്ലോ. പക്ഷെ അങ്ങനെ ഒരു ചൊല്ല് ഇസ്രായേലിൽ ഉണ്ടാകാനുള്ളൊരു കാരണം ദൈവം തന്നെ പറഞ്ഞു വെച്ചൊരു കാര്യത്തെ സംബന്ധിച്ചാണ്. അപ്പം ഇവിടെ പറയുന്നത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന ദേഹിയെ മരിക്കുകയുള്ളൂ, വേറെ ആരും മരിക്കുകയില്ല. അപ്പം ഇത് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനം 6 അധ്യായം 23-ലാണ് എന്നാണ് തോന്നുന്നത്. അവിടെ പറയുന്നുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണം അത്രയാണ്. ഇവിടെ പ്രത്യേകം പറയുന്നത്, ഒരാൾ ചെയ്യുന്ന തെറ്റിൻ്റെ പ്രവൃത്തിയുടെ ഫലം അവൻ തന്നെ അനുഭവിച്ചാൽ മതി, അവനെ അനുഭവിക്കുകയുള്ളൂ. പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നതാണ് ഇവിടെ 20-ാമത്തെ വാക്യത്തിൽ 18-20 പറഞ്ഞിരിക്കുന്നു. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. 8-ന്റെ 4-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, സകല ദേഹികളും എനിക്കുള്ളവർ, അപ്പൻ്റെ പ്രാണനും മകൻ്റെ പ്രാണനും ഒരുപോലെ എനിക്കുള്ളത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്ന് 18-ന്റെ 4-ലും 18-ന്റെ 20-ലും ഇതേ വാക്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. കൃത്യമായി തന്നെ ദൈവം പറയുന്നുണ്ട്, അവനവൻ്റെ പാപത്തിൻ്റെ ഫലം അവനവൻ അനുഭവിക്കും എന്ന് വസ്തുനിഷ്ഠമായി ആ പഴയ ചിന്തകളെയും പഴയ നിയമത്തെയും ഇവിടെ മാറ്റി ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത്. ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് അല്പമെങ്കിലും താല്പര്യമുണ്ടോ? അവൻ തൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് ജീവിക്കണമെന്നല്ലയോ എൻ്റെ താല്പര്യമെന്ന് ദൈവം ഇവിടെ എസ്കേൽ പ്രവാചകനിലൂടെ ജനത്തോട് സംസാരിക്കുകയാണ്. ദുഷ്ടൻ അവൻ്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് നന്നായി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്ന് നന്നായി ജീവിക്കണമെന്നാണ് എൻ്റെ താല്പര്യം, അല്ലാതെ അവനെ കൊന്നുകളയാനൊന്നും എനിക്ക് താല്പര്യമില്ല. എൻ്റെ അവസാന വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു 32-ൽ, മരിക്കുന്നവൻ്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന യഹോവയുടെ അരുളപ്പാട്, ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചുകൊള്ളുവിൻ എന്ന് എസ്കേൽ പ്രവാചകനും പറഞ്ഞിട്ടാണ് അത് തീരുന്നത്. ഇതിൽ ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവൻ്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും. നീതിമാന്റെ നീതി അവൻ്റെ മേലും ദുഷ്ടൻ്റെ ദുഷ്ടത അവൻ്റെ മേലും ഇരിക്കും. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല പാപങ്ങളെയും വിട്ടുതിരിഞ്ഞ് എൻ്റെ ചട്ടങ്ങളൊക്കെയും പ്രമാണിച്ച് നീതിയും ന്യായവും പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിനെയും അവന് കണക്കിടുകയില്ല.
അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും. അവൻ തെറ്റ് ചെയ്തു, ദൈവത്തിൽ നിന്ന് അകന്നു, ദുഷ്ടത പ്രവർത്തിച്ചു, ദൈവത്തിന് അഹിതമായത് ചെയ്തു, അനിഷ്ടമായുള്ളത് ചെയ്തു. എങ്കിലും അവൻ മനം തിരിഞ്ഞ് വരികയാണെങ്കിൽ അവൻ്റെ ഒരു പാപം പോലും ഞാൻ കണക്കിടുകയില്ല. അവൻ ചെയ്ത നീതി എന്താണ്? നീതി ഈ ദുഷ്ടത വിട്ട് തിരിച്ചു വന്നു. ദൈവത്തെ വിട്ടുപോയവൻ ദൈവത്തെ അന്വേഷിച്ച് മടങ്ങി വന്നു. അത് തന്നെയാണ് അവൻ്റെ അവിടുത്തെ നീതി. അത് തന്നെയാണ് ദൈവം കാണുന്ന നീതിയും. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ആണ് ദൈവം നീതിമാനെന്ന് കാണുന്നത്, അല്ലാതെ നീതി പ്രവൃത്തി ചെയ്യുന്നവരല്ല. അങ്ങനെ ഒരുത്തൻ പോലുമില്ല. നീതി പ്രവൃത്തി ചെയ്യുന്ന ഒരുത്തൻ പോലുമില്ല. എല്ലാവരും തെറ്റിയൊഴിഞ്ഞ് പോയിരിക്കുന്നു എന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ പലരും ചിന്തിക്കുന്നത് നീതിമാൻ എന്ന് പറഞ്ഞാൽ നീതി പ്രവൃത്തി ചെയ്യുന്നതല്ല. ദൈവം നീതീകരിച്ചവനാണ് നീതിമാന്മാർ. അപ്പോൾ ദൈവം നീതീകരിക്കുന്നത് എങ്ങനെയാണ്? ദൈവത്തെ വിശ്വസിക്കുകയും ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തിൻ്റെ കൽപ്പന പ്രമാണിക്കുകയും എവിടെയെങ്കിലും വീണു പോയാൽ അതിനെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുകയും വീണ്ടും അത് ചെയ്യാതിരിക്കുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കാൻ ശ്രമിക്കുന്നവനാണ് ഇവിടെ നീതിമാൻ. ഈ ദൈവത്തെ തെറ്റ് ചെയ്താലും പാപം ചെയ്താലും ഒക്കെയും ഈ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുകയും ഈ ദൈവം തന്നെയാണ് ദൈവമെന്ന് അംഗീകരിക്കുകയും ഈ ദൈവത്തെ പിൻപറ്റി അവൻ്റെ കൽപ്പനകൾ പ്രമാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവനാണ് നീതിമാൻ. അപ്പോൾ ഈ ദൈവമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് മാത്രമേ നീതിമാൻ എന്ന പേരുള്ളൂ. അപ്പോൾ ഇവിടെ കാണുന്ന നീതിമാൻ, അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, അവൻ ചെയ്ത അതിക്രമങ്ങൾ ഒന്നിനെ അവൻ കണക്കിടുകയില്ല, അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും. അവൻ ചെയ്ത നീതി എന്ന് പറയുന്നത് അവൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നു, ദുഷ്ടത വിട്ട് തിരിഞ്ഞു എന്നുള്ളതാണ്. അവൻ ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നുള്ളതാണ്. അവൻ ആ ദൈവത്തെ വിശ്വസിച്ചു മടങ്ങി വന്നു എന്നുള്ളത് തന്നെയാണ് അവൻ്റെ നീതീകരണം, അല്ലെങ്കിൽ അവൻ നീതിമാൻ എന്ന് വിളിക്കപ്പെടുന്നതിന് കാരണം. അപ്പം ഇതിൻ്റെ അവസാനവും ദൈവം അത് തന്നെയാണ് പറയുന്നത്. ആകയാൽ നിങ്ങൾ മനം തിരിഞ്ഞ് ജീവിച്ചു കൊള്ളുവിൻ. തെറ്റ് ചെയ്യുന്നതിന് ദൈവം കണക്കിടുന്നില്ല. അത് നമ്മൾ റോമർക്ക് എഴുതിയ ലേഖനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ അവൻ കണക്കിടുന്നില്ല. ദൈവത്തെ വഴി വിട്ടു നടന്ന കാലങ്ങളെ അവൻ കണക്കിടുന്നില്ല. ഇപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടണമെന്നല്ലയോ ദൈവം ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് പുതിയ നിയമത്തിലും നമ്മൾ കാണുന്നത്. അത് തന്നെയാണ് ആ ദൈവത്തിൻ്റെ മനസ്സലിവ്, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദീർഘക്ഷമ, തെറ്റുകളെ ക്ഷമിക്കാനുള്ള ദൈവത്തിൻ്റെ അപാരമായ മനസ്സ് ഒക്കെ തന്നെയാണ് നമ്മളിവിടെ കാണുന്നത്. അതാണ് ഇവിടെ 18-ാം അധ്യായത്തിലും നമ്മൾ ഉയർന്നു കാണുന്ന ദൈവത്തിൻ്റെ സ്വഭാവം എന്നുള്ളത്. മൂന്നാമത്തെ വായനാഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം. യേശുക്രിസ്തു പറയുന്നൊരു കാര്യം, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകും എന്ന് പറയാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു ഒരു ഉദാഹരണം, ചുങ്കക്കാരും പാപികളും ഒക്കെ വചനം കേൾപ്പാൻ അടുത്ത് വന്നപ്പം ക്രിസ്തു പറഞ്ഞു. അപ്പോൾ അവിടെ മറ്റൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അവിടെ ഇവൻ പാപികളെ കൈക്കൊണ്ട് അവരോടുകൂടെ ഭക്ഷിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ് ഈ പരിജന്മന ശാസ്ത്രജ്ഞാന് പിറുപിറുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ അറിഞ്ഞിട്ടാണ് ക്രിസ്തു ഈ ഒരു ഉപമ പറയുന്നത്. നിങ്ങൾക്ക് 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരെണ്ണത്തിനെ കാണാനില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ 99നെയും വിട്ടിട്ട് മരുഭൂമിയിൽ മേയാൻ വിട്ടിട്ട് ബാക്കി കാണാത്ത ഒരെണ്ണത്തിനെ അന്വേഷിച്ച് പോകില്ലേ? പോയി അതിനെ കണ്ടു കിട്ടിയാൽ സന്തോഷിച്ച് ചുമലിലെടുത്ത് വീട്ടിൽ വന്ന് സ്നേഹിതന്മാരെയൊക്കെ അയൽക്കാരെയും വിളിച്ചു കൂട്ടി കാണാതെ പോയ ആടിനെ കിട്ടിയതുകൊണ്ട് എന്നോടുകൂടി സന്തോഷിപ്പിനെന്ന് പറയില്ലേ? ഇതുപോലെയാണ് സ്വർഗത്തിൽ അവിടെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ ഒരു സന്തോഷം, അധികം സന്തോഷം മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിലുണ്ടാവും. അപ്പോൾ ആ 99 ആടുകൾ അവിടെ ഉള്ളതിനേക്കാൾ സന്തോഷമാണ് ആ കാണാതെ പോയതിനെ കണ്ടു കിട്ടുമ്പോൾ എന്നുള്ളത്. അതിന് ക്രിസ്തു വേറൊരു ഉദാഹരണം കൂടെ പറയുന്നുണ്ട്. ഒരു സ്ത്രീക്ക് 10 ദിരഹ്മ, അന്നത്തെ ഒരു നാണയമാണ്, ഉണ്ടെന്നിരിക്കട്ടെ, അതിൽ ഒരെണ്ണം കാണാതെ പോയാൽ, അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് 100-ൽ 1 കാണാതെ പോയതിനെ സംബന്ധിച്ചാണ്. ഇപ്പം 10-ൽ 1 കാണാതെ പോയാൽ അത് വീട് മുഴുവൻ അരിച്ചു പെറുക്കി അതിനെ കണ്ടെത്തിയിട്ട് അതിനെ കിട്ടുമ്പോൾ സന്തോഷിക്കും. അങ്ങനെ തന്നെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെക്കുറിച്ച് ദൈവദൂതന്മാർ മധ്യേ സന്തോഷമുണ്ടാകുക എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ ഒരു ഉദാഹരണം പറയുന്നത് രണ്ടിൻ്റെ ഒരു ഉപമയാണ്. 2 പുത്രന്മാരുണ്ടായിരുന്നു. അതിൽ ഇളയവൻ ഇപ്പോൾ വസ്തുവൊക്കെ എനിക്ക് പകുത്തു തരണം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിച്ചു ദൂരദേശത്ത് പോയി അതെല്ലാം ചെലവഴിച്ച് അവസാനം കഠിന ക്ഷാമം ഉണ്ടായിട്ട് ഈ പന്നി തിന്നുന്ന വാളവരെയെങ്കിലും തിന്നാൻ കിട്ടിയാൽ മതി എന്ന്
ചിന്തിച്ചിരിക്കുമ്പോഴാണ് സുബോധം വന്നിട്ട്, അയ്യോ എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ഞാൻ എൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന്, അപ്പാ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പോയി പറയുമെന്ന് പറഞ്ഞു. നീ നിൻ്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല എന്ന് പോയി പറയുമെന്ന് പറയും ചിന്തിക്കുകയും അങ്ങനെ തിരിച്ച് വീട്ടിൽ വരികയും ആ മകനെ തൻ്റെ അപ്പനോട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അപ്പൻ എന്താ ചെയ്യുന്നത്? അപ്പൻ ദൂരത്ത് നിന്ന് തന്നെ മകനെ കണ്ടു. മകനെ ഓടി ചെന്ന് കഴുത്തിൽ കെട്ടിപ്പിടിച്ചു, ഉമ്മ കൊടുത്ത് അപ്പോഴാണ് പറയുന്നത്, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തു, നീ നിൻ്റെ മകൻ എന്ന് വിളിക്കുമ്പോഴോ ഞാൻ യോഗ്യനല്ലെന്ന് പറയുന്നു. അപ്പനാണെങ്കിലോ തൻ്റെ ദാസന്മാരെല്ലാം വിളിച്ചു പറഞ്ഞിട്ട് മേൽത്തരമായി വസ്ത്രം കൊണ്ടുവന്ന് അവനെ ധരിപ്പിക്കുക, അവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇതൊക്കെ ആ വീട്ടിൽ ഉണ്ടായിരുന്ന, അങ്ങനെ ജീവിച്ച മകനാണ്. ഇപ്പോൾ ആ മകന് ഇതൊന്നും ഇല്ല. തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറക്കാൻ പറഞ്ഞു. അത് നമുക്ക് ആനന്ദിക്കാമെന്ന് പറഞ്ഞു. എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ആനന്ദിച്ച് സന്തോഷിക്കുമ്പോൾ മൂത്തവൻ വന്നു. മൂത്തവൻ വയലിൽ നല്ല അധ്വാനത്തിലായിരുന്നു. അധ്വാനം കഴിഞ്ഞ് വന്നപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ചോദിക്കാൻ, എന്താ സംഭവം? നിൻ്റെ ഇളയ സഹോദരൻ വന്നു, അപ്പം അവനെ കണ്ടു കിട്ടിയതുകൊണ്ട് ഒരു തടിച്ച കാളക്കുട്ടി അറുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മൂത്തവന് ഭയങ്കര ദേഷ്യം വന്നിട്ട് പുറത്ത് നിന്നിട്ട് അകത്തോട്ട് കയറാൻ പോലും മനസ്സില്ലാതെ അവിടെ നിന്നു. പിന്നെ അപ്പം പുറത്ത് വന്ന് അവനോട് അപേക്ഷിച്ചു, കയറുവാ മോനെ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് മൂത്തവൻ്റെ പരിഭവം ഇതാണ്, ഇത്ര കാലമായി ഞാൻ നിന്നെ സേവിക്കുന്നു, നിൻ്റെ കൽപ്പന ഒരിക്കലും ലംഘിച്ചിട്ടില്ല, എന്നാൽ എൻ്റെ ചങ്ങാതികളുമായി ആനന്ദിക്കേണ്ട നീ ഒരിക്കലും എനിക്കൊരു ആട്ടിൻകുട്ടിയെ തന്നിട്ടില്ല. വേശ്യമാരോടുകൂടി നിൻ്റെ മുതൽ തിന്നു കളഞ്ഞ നിൻ്റെ മകൻ വന്നപ്പോഴോ തടിച്ച കാളക്കുട്ടിയെ അവന് വേണ്ടി അറുത്തുവല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെയാണ് ഈ ആട് ഒരെണ്ണം നഷ്ടപ്പെട്ടു പോയപ്പോൾ ആട്ടിടയൻ്റെ സന്തോഷത്തെ പറയുന്നത് പോലെ 10 ദ്രഹ്മയിൽ ഒരെണ്ണം നഷ്ടപ്പെട്ട് കിട്ടുമ്പോൾ ആ സ്ത്രീക്കുണ്ടായ സന്തോഷത്തെക്കുറിച്ച് പറയുന്നത് പോലെ ഈ അപ്പന് തൻ്റെ ഇളയ മകൻ നഷ്ടപ്പെട്ട് അവന് തിരിച്ചു വന്നപ്പോഴുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. മകനെ, നീ എപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുന്നുവല്ലോ, എനിക്കുള്ളതെല്ലാം നിൻ്റേതാകുന്നു. നിൻ്റെ ഈ സഹോദരനോ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടു കിട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ആനന്ദിച്ച് സന്തോഷിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു എന്ന് പറഞ്ഞു. അത് എത്ര കണ്ട് ആ മൂത്ത മകന് ബോധ്യമായെന്ന് എഴുതിയിട്ടുമില്ല, നമുക്കറിയില്ല. ബോധ്യമായാൽ നല്ലത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ചിന്തിക്കേണ്ടത്. പക്ഷേ അതെന്തായിരുന്നാലും ഈ അപ്പൻ്റെ സ്ഥാനം, ആട്ടിടയൻ്റെ സ്ഥാനം, ആ സ്ത്രീയുടെ സ്ഥാനം ഒക്കെ അവരൊക്കെയാണ് എൻ്റെ ഓണേഴ്സ്. ആ ദ്രഹ്മയുടെ ഓണറാണ് ഈ പറയുന്ന സ്ത്രീ. ആടിൻ്റെ ഓണറാണ് ഈ ആട്ടിടയൻ. ഈ കാണാതെ പോയ മകൻ്റെ അപ്പനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഓണർഷിപ്പിൽ ഉള്ള ഒരാളാണ് ഈ അപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരൊക്കെയും എങ്ങനെയാണ് ഈ നഷ്ടപ്പെട്ടു പോകുന്നവനോട് കാണിക്കുന്ന താല്പര്യം, അല്ലെങ്കിൽ അവരോട് അതിനുള്ള അനുഭാവം, ഇത് തന്നെയാണ് ദൈവം നമ്മളോട് കാണിക്കുക. അപ്പോൾ 3 ഉദാഹരണങ്ങൾ കൂടെ ചേർത്ത് വെച്ച് ഏതെങ്കിലും ഒരു കൊന്നൽ കുറവുണ്ടെങ്കിൽ അത് മറ്റൊന്നുകൊണ്ട് പരിഹരിക്കപ്പെടുന്ന തരത്തിൽ 3 ഉപമയാണ് നഷ്ടപ്പെട്ടു പോകുന്ന, നശിച്ചു പോകുന്ന, ഇല്ലാതായി പോകുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ദൈവത്തിനും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കുമുള്ള മനോഭാവം എന്നുള്ളതാണ് ഇവിടെ യേശുക്രിസ്തു വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ എന്തുമാത്രം കരുതുന്നു. ആ സ്ത്രീക്ക് ഒരു ദ്രഹ്മ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ സങ്കടവും വ്യസനവും പോലെ ആട്ടിടയന് ഒരു ആട് നഷ്ടപ്പെട്ടുണ്ടായ സങ്കടവും വേദനയും പോലെ അപ്പന് 2 മക്കളെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരുവൻ പോയപ്പോൾ, വസ്തുക്കളെല്ലാം വാങ്ങിച്ചു പോയപ്പോൾ, അകന്നു പോയപ്പോൾ, തൻ്റെ അപ്പനെ ഉപേക്ഷിച്ച് പോയപ്പോൾ, അപ്പൻ മറ്റ് ആടിനെ പോലെയല്ല, അല്ലെങ്കിൽ ദ്രഹ്മയെപ്പോലെയല്ല, സ്വന്തം മകനാണ്. അപ്പം മകനെ കുറിച്ചുള്ള വ്യഥ, സങ്കടം എത്ര നാളുകൾ തുടർന്നിരുന്ന് കാണും. അപ്പം അത്രയും സങ്കടങ്ങൾ അവൻ വന്നിരുന്നെങ്കിൽ എന്നും അപ്പൻ മകനെ ഓർക്കാത്തൊരു ദിവസം പോലും കാണില്ല. എന്നും ആ മകനെ ഓർത്ത് എന്താണ് അവൻ ജീവിച്ചിരിക്കുന്നുണ്ടോ, ആളുകൾ അവനെ ഉപദ്രവിക്കുന്നുണ്ടോ, അവൻ എന്തെങ്കിലും കഷ്ടത്തിലാണോ, കടവരാതെ കിടക്കുകയാണോ, ആഹാരം കഴിച്ചിട്ടുണ്ടോ, ഇതൊക്കെ ചിന്തകൾ ഈ അപ്പനറിയാം. അവന് വീട്ടിൽ ജീവിച്ചിരുന്നവനല്ലേ, അവന് പുറം ലോകമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ, അവനെങ്ങനെ പുറം ലോകത്ത് പോയി ജീവിക്കും, അവൻ്റെ അവസ്ഥ എന്താണ്, ഒന്നും അന്വേഷിക്കാനും നിവൃത്തിയില്ലല്ലോ. ഏത് വഴിക്കാണ്ട് പോയെന്ന് പറഞ്ഞാൽ അന്വേഷിക്കാനൊക്കില്ല. അങ്ങനെ
അപ്പൻ അങ്ങനെ കരഞ്ഞ് വിഷമിച്ചിരുന്ന അപ്പൻ്റെ മുമ്പിലേക്കാണ് ഈ മകൻ തിരിച്ചു വരുന്നത്. ആ അപ്പൻ ദൈവത്തിൻ്റെ സ്ഥാനത്തും മകൻ നമ്മൾ ഓരോരുത്തരുടെയും സ്ഥാനത്തുമാണ്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ സ്നേഹം വെളിപ്പെടുത്തുവാൻ ആണ് ക്രിസ്തു ഈ 3 ഉദാഹരണങ്ങൾ പറഞ്ഞത്. നമുക്കും നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്കും സ്നേഹിക്കാൻ ശ്രമിക്കുക, നമ്മളും സ്നേഹിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാനുള്ള നമ്മുടെ കടമ. താങ്ക് യു. ഒരു പുതിയ ദിവസത്തോടെ ഇന്ന് കടന്നു പോവുകയാണ്. ദൈവം നമ്മളെ സഹായിച്ചു. അതിൻ്റെ ഭാഗങ്ങൾ വായിക്കുവാനും അതിനെ സംസാരിക്കാനും ഒക്കെ ഉള്ള അവസരവും സാഹചര്യവും തന്നു, കേൾക്കാനുള്ള സാഹചര്യങ്ങൾ തന്നു. ആ ദൈവത്തെ സ്നേഹിച്ച് ആ ദൈവത്തെ നന്ദി പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിന് വേണ്ടി നമുക്കും ജീവിക്കാമെന്ന തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.